തിരുവനന്തപുരത്ത് ശശി തരൂരിനെ NSS പിന്തുണ എന്ന വാർത്ത ഏറെ ചർച്ചയായിരുന്നു. പിന്നീട് ഇത്തരത്തിലൊരു നിർദ്ദേശം ആർക്കും നൽകിയിട്ടില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വിശദീകരിക്കുകയും ചെയ്തു. നേരത്തെ മാവേലിക്കരയിൽ CPI സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകിയതിന് താലൂക്ക് യൂണിയൻ സുകുമാരൻ നായർ പിരിച്ചുവിട്ടിരുന്നു. ഇത്തരത്തിൽ തിരുവനന്തപുരത്തും പെരുന്നയുടെ ഇടപെടൽ പ്രതീക്ഷിച്ചാണ് വ്യാജ വാർത്ത വന്നതെന്നാണ് NSS നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം മോഹിക്കുന്ന ചില കോൺഗ്രസുകാരാണ് ഇതിന് പിന്നിലെന്നും സൂചനയുണ്ട്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ സമദൂരം നിലനിർത്താൻ കൂടുതൽ കരുതൽ വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് സുകുമാരൻ നായർ. അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണ് NSS എന്നും ആചാര സംരക്ഷണത്തിന് ഒപ്പം നിന്നവരെ പിന്തുണയ്ക്കുമ്പോഴും സമദൂരമാണ് NSS തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്. ഇതിനു വിരുദ്ധമായിരുന്നു പത്രവാർത്തയിലെ പരാമർശങ്ങൾ. എല്ലാം സംഗീത് കുമാറുമായി പറഞ്ഞ് തരൂർ ഉറപ്പിച്ചു എന്ന തരത്തിൽ കോൺഗ്രസ് നേതാവിന്റെ വാക്കുകളെ ഉദ്ധരിച്ചായിരുന്നു വാർത്ത. എന്നാൽ ആരാണ് ഈ കോൺഗ്രസ് നേതാവെന്ന് പത്രം വെളിപ്പെടുത്തിയതുമില്ല. ഈ വാർത്ത കോൺഗ്രസുകാർ അതിവേഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതോടെയാണ് പെരുന്നയിലെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. മാവേലിക്കരയിലെ രാഷ്ട്രീയ ഇടപെടലിന് സമാനമായത് തിരുവനന്തപുരത്തും സംഭവിച്ചു എന്ന് വിലയിരുത്തലുണ്ടായി. എന്നാൽ അന്വേഷണത്തിൽ സംഗീത് കുമാറിനെ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വ്യാജ വാർത്തയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ NSSും സമീപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NSS പിന്തുണ സംബന്ധിച്ച് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ഡെക്കാൻ ക്രോണിക്കൽ ദിനപത്രം, UDF സ്ഥാനാർത്ഥി ശശി തരൂർ, ലേഖകൻ എന്നിവർക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. വാർത്ത പെയ്ഡ് ന്യൂസ് ഗണത്തിൽപ്പെടുന്നതാണ് എന്നാണ് പരാതി. കുമ്മനം രാജശേഖരന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റ് അഡ്വക്കേറ്റ് S. സുരേഷാണ് പരാതി നൽകിയത്. ശശി തരൂരിന് അനുകൂലമായി വ്യാജ വാർത്ത നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും പരാതിയിലുണ്ട്. ഇതിന് പിന്നാലെയാണ് കമ്മീഷനെ സമീപിക്കാൻ NSSും നീക്കം നടത്തുന്നത്. അങ്ങനെ വന്നാൽ പത്രത്തിന് വിശദീകരണം നൽകേണ്ടതായും വരും. ഇതിലൂടെ വാർത്ത നൽകിയ കള്ളനെ പുറത്തു കൊണ്ടുവരാനാണ് നീക്കം. തരൂരും സംഗീത് കുമാറും യോജിപ്പിലെത്തിയെന്ന വ്യാജ പ്രചരണത്തിലൂടെ താലൂക്ക് യൂണിയൻ അധ്യക്ഷൻ സ്ഥാനം കൈക്കലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് NSSന്റെ പ്രാഥമിക വിലയിരുത്തൽ. അതിനിടെ വാർത്ത നൽകിയത് സംഗീത് കുമാർ ആണ് എന്ന വ്യാജ പ്രചരണവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പലിലെ കള്ളനെ കണ്ടെത്താനുള്ള നീക്കം. ശബരിമല വിഷയത്തിൽ വിവാദം ആളിക്കത്തുന്നതിനാൽ വളരെ കരുതലോടെ നീങ്ങണമെന്ന് എല്ലാ യൂണിയനുകൾക്കും സുകുമാരൻ നായർ നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കരുതൽ വേണമെന്നും രാഷ്ട്രീയ പിന്തുണ ആർക്കും പരസ്യമായി നൽകരുതെന്നും വ്യക്തമാക്കിയിരുന്നു. സമദൂരത്തിലുള്ള മനസാക്ഷി വോട്ടിനാണ് NSS നിലപാടെടുത്തത്. ഇതിനെ തള്ളിപ്പറയുന്നതായിരുന്നു ഡെക്കാൻ ക്രോണിക്കലിന്റെ വാർത്ത. ഈ സാഹചര്യത്തിലാണ് നിഷേധക്കുറിപ്പുമായി സുകുമാരൻ നായർ എത്തിയത്. ആചാര ലംഘനം നടത്തിയ ഇടത് സർക്കാരിനെതിരെ വികാരം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് NSS ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുക. പത്തനംതിട്ടയിൽ BJPയുടെ K. സുരേന്ദ്രനും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും വിജയസാധ്യതയുള്ള സാഹചര്യത്തിലാണിത്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് സംഗീത് കുമാറിനെ കുടുക്കാൻ കരുനീക്കം ചിലർ നടത്തിയത്. ശബരിമല വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടുകളാണ് സംഗീത് കുമാർ എടുത്തത്. അയ്യപ്പ ജ്യോതിയിലും ശബരിമല കർമ്മസമിതി നടത്തിയ പരിപാടികളിലും സജീവമായി. സുകുമാരൻ നായരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അതെല്ലാം. യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തി. വിശ്വാസികളുടെ വികാരം ആളിക്കത്തിക്കുന്നതിൽ മുൻപിൽ നിന്നതോടെ സംഗീത് കുമാറിന് പിന്തുണയും ഏറി. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ശത്രുക്കൾ സംഗീത് കുമാറിനെതിരെ കരുനീക്കം തുടങ്ങിയത്. ശശി തരൂരിന്റെ പിന്തുണ വാർത്ത വന്നതോടെ BJP നേതൃത്വവും സംഗീത് കുമാറിനെ ശത്രുപക്ഷത്ത് കണ്ടു. ഇതിനിടെയാണ് സത്യം മറന്നീക്കി പുറത്തു വന്നത്. അപ്പോഴും സംഗീത് കുമാറിനെതിരെയാണ് നീക്കമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ എത്തി. ഈ സാഹചര്യത്തിലാണ് പരാതി നൽകുന്നതിലേക്ക് പെരുന്നയിൽ ആലോചനയും എത്തിയത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ NSS തീരുമാനിച്ചു എന്ന പ്രസ്താവനയിൽ നടപടി ഉണ്ടാകുമെന്നായിരുന്നു സമൂഹ മാധ്യമത്തിലെ പ്രചരണം. NSS തിരുവനന്തപുരം താലൂക്ക് പ്രസിഡന്റ് സംഗീത് കുമാറിനോട് നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടു എന്നും വാർത്ത വരുന്നു. NSS നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വ്യാജ പ്രസ്താവന ഇറക്കിയതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. മറുപടി തൃപ്തികരമല്ല എങ്കിൽ തൽസ്ഥാനത്ത് നിന്നും നീക്കുമെന്ന മുന്നറിയിപ്പ് സംഗീത് കുമാറിന് നൽകിയിട്ടുണ്ടെന്നായിരുന്നു വ്യാജ വാർത്ത. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഗീത് കുമാറിനെതിരെ NSS നേതൃത്വം ഒരു നീക്കവും നടത്തുന്നില്ല എന്ന് വ്യക്തമായി. BJPയും UDFുമാകട്ടെ യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് NSSന് വിശ്വാസ സംരക്ഷണത്തിനായി ഉറച്ചു നിൽക്കേണ്ടി വന്നത്. ഇതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലെന്നാണ് NSS നിലപാട്.